أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഓതിക്കേട്ട ആയത്ത് സൂറ ബഖറയിലെ 31-ാം വചനമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദർസുകളിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. തുടർന്നും മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു ഇത് സംബന്ധിച്ച് കുറച്ചുകൂടെ വിശദാംശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അതിൻ്റെ തുടക്കം നുത്ഫി അംഷാജിൽ നിന്നുമാണ്. അതായത് തുടക്കം മുതലേ അത് ശക്തിയുടെ അടിസ്ഥാനത്തിൽ നുത്ഫി അംഷാജിൻ്റെ എല്ലാ സവിശേഷതകളും ഉള്ളതായിരുന്നു. എന്നാൽ കർമ്മത്തിൻ്റെ അഥവാ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും നുത്ഫി അംഷാജിൻ്റെ ശക്തികൾ വെളിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് പതിയെ പതിയെ പുരോഗമനം പ്രാപിച്ചുകൊണ്ട് പിന്നീടാണ് വെളിപ്പെടാൻ തുടങ്ങിയത്. ഇത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വജഅൽനാഹു സമീഅൻ ബസീറ. അദ്ദഹറിലായത്താണ്. അതായത് നുത്ഫി അംഷാജിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം മനുഷ്യനുണ്ടായ മറ്റൊരു കാലഘട്ടം എന്നുള്ളത് ശക്തിയുടെയും പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനായി തീർന്നു എന്നതാണ്. അതായത് അവൻ കേൾക്കുന്നവനും കാണുന്നവനുമായി. സമീഉം ബസീർ എന്നതുകൊണ്ട് വെറും കാണുന്നവനും കേൾക്കുന്നവനും എന്നല്ല, മറിച്ച് സമീഅ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നവൻ, അതുപോലെ തന്നെ ബസീർ കാണാൻ കഴിവുള്ളവൻ എന്നുമാണ്. ഈ വാക്കുകൾ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കാരണം കാണാനും കേൾക്കാനുമുള്ള ശക്തി മൃഗങ്ങളിൽ പരിപൂർണമായും അടങ്ങിയിട്ടില്ല. സമീഅ അതുപോലെ തന്നെ ബസീർ എന്ന് പറയണമെങ്കിൽ ആ അസ്തിത്വത്തിൻ്റെ കാണാനും കേൾക്കാനുമുള്ള ശേഷി ഏറ്റവും ഉന്നതിയിൽ എത്തിയിരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ചും സമീഉം ബസീർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി സൂറ നിസായിൽ പറയുന്നു, ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. അള്ളാഹു തീർച്ചയായും എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായിരുന്നു എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ സമീഉം ബസീർ എന്ന് പറയുന്നത് കേൾക്കാനും കാണാനുമുള്ള കഴിവ് ഏറ്റവും ഉന്നതിയിൽ ഉള്ള അസ്തിത്വത്തിനെയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഭാഷാ ശൈലി അനുസരിച്ച് മനുഷ്യനെ സമീഉം ബസീർ എന്ന് പറയാനുള്ള കാരണം, മനുഷ്യൻ അള്ളാഹുവിൻ്റെ ശബ്ദത്തെ, അള്ളാഹുവിൻ്റെ വചനത്തെ കേൾക്കുകയും അവൻ്റെ ഖുദ്റത്തിനെ അഥവാ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കലാം കേൾക്കാൻ വിമുഖത കാണിക്കുന്ന, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുന്നതിൽ നിന്നും മുഖം തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അവർ അന്ധനും ബധിരനുമാണ് എന്നാണ്. സൂറ ഹൂദിൽ 24-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും തങ്ങളുടെ നാഥൻ്റെ മുമ്പിൽ സ്വയം വിനയാന്വിതരായിരിക്കുകയും ചെയ്തവരാരോ അക്കൂട്ടർ തീർച്ചയായും സ്വർഗാവകാശികളാകുന്നു, അവർ അതിൽ എന്നും വസിക്കുന്നവരായിരിക്കും. രണ്ട് കക്ഷികളുടെ സ്ഥിതി അന്ധനും ബധിരനുമായ ഒരാളെപ്പോലെയും കാഴ്ചയും കേൾവിയുമുള്ള മറ്റൊരാളെ പോലെയുമാണ്. അവർ രണ്ടു കൂട്ടരും സ്ഥിതിയിൽ തുല്യരാവുമോ? എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ?
ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്, ആരാണോ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അവൻ്റെ ഖുദ്റത്തുകൾ അഥവാ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുകയും ചെയ്യുന്നത്, അവരെയാണ് വിശുദ്ധ ഖുർആൻ യഥാർത്ഥ സമീഉം ബസീറുമായി മുദ്രവെച്ചിരിക്കുന്നത്. മുകളിൽ വിവരിച്ച ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ സമീഉം ബസീറുമാക്കിയതിനുള്ള അല്ലെങ്കിൽ സമീഉം ബസീറുമാക്കിയതിൻ്റെ അർത്ഥം എന്നുള്ളത്, മനുഷ്യൻ്റെ പുരോഗമനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നുത്ഫെ അംഷാജ് മുഖേന അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സവിശേഷമായ ശക്തികൾ അത് കർമ്മരൂപത്തിൽ പ്രകടമാകുകയുണ്ടായി. ഈയൊരു വ്യതിയാനത്തിൻ്റെ ആദ്യത്തെയും അക്കാലഘട്ടത്തിൽ പരിപൂർണമായ ഒരു പ്രകടനമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാതെ ആദം അലൈഹിസ്സലാമിന് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നില്ല എന്നല്ല. ആദം അലൈഹിസ്സലാമിന് മുമ്പും മനുഷ്യരുണ്ടായിരുന്നു. കാരണം അവർ നുത്ഫെ അംഷാജിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആദം അലൈഹിസ്സലാമിൻ്റെ ആഗമനത്തിന് മുമ്പ് ഇവർ സമീഉം ബസീറും ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് അള്ളാഹുവിൻ്റെ വചനം കേൾക്കുവാനും അവൻ്റെ ദൃഷ്ടാന്തം കാണുവാനുമുള്ള നിലവാരത്തിലേക്ക് അവരുടെ ശക്തി പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അക്കാലഘട്ടത്തിൽ അവരിൽ ഇൽഹാം ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുദ്റത്തുകൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ കുദ്റത്തുകൾ ആ സമയത്ത് അവർക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അള്ളാഹു. എന്നാൽ മനുഷ്യൻ പുരോഗതി പ്രാപിച്ചുകൊണ്ട് സമീഇൻ്റെയും ബസീറിൻ്റെയും സ്ഥാനത്തെത്തിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ പൂർണ്ണരൂപം ആദം അലൈഹിസ്സലാമിൻ്റെ രൂപത്തിൽ വെളിപ്പെടുകയുണ്ടായി. അങ്ങനെ അള്ളാഹു തൻ്റെ വചനം കേൾപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും തൻ്റെ ഇൽഹാം മുഖേന അദ്ദേഹത്തെ ധന്യനാക്കുകയും ചെയ്തു. അങ്ങനെ ആത്മീയ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയും ഒരു രീതിയിൽ മനുഷ്യർ ആ ഉപരിലോക സ്വർഗത്തിന് അവകാശികളായി മാറുകയും ചെയ്തു. ആദം അലൈഹിസ്സലാമിനു മുമ്പ് മനുഷ്യന് ശക്തിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ വർഗത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ കർമ്മരൂപത്തിൽ ആ ശക്തികളെ പ്രകടമാക്കാനുള്ള വെളിപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നില്ല. അവൻ്റെ ബുദ്ധിയുടെ അവസ്ഥ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തവുമായിരുന്നില്ല. ഇക്കാരണത്താൽ അവരെ ശരീഅത്ത് നിയമത്തിന് വിധേയരാക്കിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മുകളിൽ വിവരിക്കപ്പെട്ട ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈയൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല. അതുപോലെ തന്നെ ആദം അലൈഹിസ്സലാം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യ കണ്ണിയുമല്ല. മറിച്ച് എല്ലാ നിലയിലും മനുഷ്യനെന്ന് പറയപ്പെടാൻ അർഹമായ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യ പ്രകടനമാണ് ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ അദ്ദേഹം മുതൽ ശരീഅത്ത് വഹിക്കാൻ മനുഷ്യർ പ്രാപ്തിയുള്ളവരായി മാറി. ഈയൊരു കാരണം കൊണ്ട് തന്നെ ഹസ്രത്ത് ആദം അലൈഹിസ്സലാം ആത്മീയമായ നിലയിൽ മനുഷ്യരുടെ പിതാവാണ്. കാരണം ആത്മീയമായ ലോകം അദ്ദേഹം മുഖേനയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.